പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരെ കളത്തിലിറക്കും. കഴിഞ്ഞ രണ്ടുപേരുടെ കാര്യത്തിൽ സംഭവിച്ചത് ആവർത്തിച്ച നിനക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല, അലക്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഇത് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം. അതിനെ ആരും എന്റെ മുന്നിൽ നിന്ന് തട്ടിക്കളയാൻ പാടില്ല. ഈ വിവരം സ്പ്രെഡ് ആവാൻ തോന്നുന്ന റിസ്ക് കൂടുതലാ. അങ്ങനെ വിചാരിച്ച ഒരു തടസ്സം ഉണ്ടാവുന്നതിന് മുമ്പ് കല്യാണം നടത്താന്നുള്ളത് തന്നെയാണ് ഒരേ ഒരു വഴി. എന്തു പറയുന്നു? ശരിയാ. വേറെ ആരും, പ്രത്യേകിച്ച് മമ്മ പോലും അറിയാതെ വേണം എല്ലാം തീരുമാനിക്കാൻ. കല്യാണം കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി. ഇല്ലെങ്കിൽ ചിലപ്പോ ഇത് നമുക്ക് കൈവിട്ടു പോവും. നിർമ്മല അറിയിക്കാതിരുന്ന അത് ചിലപ്പോ നമുക്ക് പണിയോ. ഓർക്കാപ്പുറത്ത് ചാടി വീണ് അവിടെ എല്ലാം അലമ്പാക്കും. ഓർക്കുന്നുണ്ടോ പാലക്കാട്ടിൽ നിന്ന് സൂര്യനായന്റെ ബന്ധുക്കൾ വന്നപ്പോ നടത്തിയ പെർഫോമൻസ്? പറഞ്ഞാൽ പറയണം, പക്ഷെ അവള് വരരുത്. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. അറിഞ്ഞാ മമ്മ എന്താ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറയേണ്ടതുപോലെ പറഞ്ഞ അവള് മാറി നിൽക്കും. നമ്മൾ പറഞ്ഞൊന്നുമായി അവളുടെ ശല്യം ഉണ്ടാവൂല്ല. അതിനൊരു വഴിയുണ്ട്. മോള് ധൈര്യമായിട്ടില്ല. എന്താ വേണ്ടേന്ന് പപ്പയ്ക്ക്. ബെല്ലയുടെ പപ്പയായിട്ട് നിർമ്മൽ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. ഒരിക്കലും ഉണങ്ങാത്ത കണ്ണികളെ പോലെ നമ്മൾ രണ്ടുപേരും നിൽക്കുമ്പോ തകർന്നു പോകുന്നത് അവളുടെ ഭാവിയാ. അതുകൊണ്ടാ ഞാൻ ഇത്രയും കാലം ഞാൻ വളർത്തിയ കുട്ടിയാണ് ബെല്ല. അവളുടെ ഭാവി അവൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന പ്രായത്തില് അവൾ നിങ്ങളെ തേടി വന്നത്. അത് അവൾ തിരഞ്ഞെടുത്ത വഴിയാണ്. ഇനി അവളുടെ ഭാവിയെ കരുതി പോലും നമ്മൾ തമ്മിൽ ഇണങ്ങുന്ന പ്രശ്നമില്ലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കല്യാണപ്രായമായെന്നും അമ്മയും അച്ഛനും ഒരുമിച്ച് താമസിച്ചില്ലെങ്കിൽ അവൾക്ക് വിവാഹ കമ്പോളത്തിൽ വിലയിടിഞ്ഞു പോകുമെന്നും പറഞ്ഞ് നിങ്ങളുടെ കിങ്കരൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞാനല്ല അയാളെ പറഞ്ഞു വിട്ടത്. ആര് പറഞ്ഞിട്ടായാലും എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു വിട്ടില്ല. അതിന്റെ പ്രതികാരമായിട്ട് പത്രത്തിൽ കൊടുത്ത പരസ്യം ഞാൻ കണ്ടു. സന്തോഷായി. നിങ്ങൾ വിചാരിച്ചിട്ട് അത്രയൊക്കെ സാധിച്ചല്ലോ. അവള് ചെയ്യുന്ന എന്തിനും എന്നെ കുറ്റം പറയരുത് നിമി. അവളുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. കോശി ക്ഷമ എന്താണെന്ന് പഠിച്ചത് എന്റെ മകൾ എന്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴാ. വളർത്തു ദോഷമാണെന്ന് പറഞ്ഞ് ഞാൻ നിമ്മിയെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. എനിവേ, കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കാനല്ല ഞാൻ നിമ്മിയെ കാണണമെന്ന് പറഞ്ഞത്. ആരുടെ ഭാഗ്യാണെന്ന് അറിയില്ല, അവൾക്ക് നല്ലൊരു ബന്ധം ഒത്തു വന്നിട്ടുണ്ട്. അവള് തന്നെയാണ് ആളെ സെലക്ട് ചെയ്തത്. ഞാനും കണ്ടു, പരിചയപ്പെട്ടു. കൊള്ളാം. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഡോക്ടർ കോശിയുടെ മകൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുടുംബ. കോടികളുടെ സ്വത്തിന് ഒരേ ഒരു അവകാശി. പേരുകേട്ട തറവാട്ടുകാരാ. ആനപ്പറമ്പിൽ സാമുവൽ മുതലാളിയുടെ മകൻ അലക്സ്. അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തിക്കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അല്ല, അത് ഞാൻ എന്റെ കടമ ചെയ്യാ. ഞാൻ പറയാൻ വന്നത് അതല്ല. ബെല്ല ആരെ വിവാഹം കഴിച്ചാലും നിമിക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം. തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കത് നടത്തിയേ പറ്റൂ. ബെല്ല പരസ്യത്തിൽ കൊടുത്ത പോലെ ഈ പയ്യനോടും അവൾക്ക് അമ്മയില്ലെന്ന് തന്നെയാ പറഞ്ഞത്. ഇനി അങ്ങനെ ഒരാളെ ആ സ്ഥാനത്ത് കാണിക്കാൻ പറ്റില്ല. അവളുടെ കല്യാണത്തിന്റെ വിവരം ആരെങ്കിലും പറഞ്ഞറിയരുതെന്ന് കരുതിയ ഞാൻ തന്നെ വന്നത്. തടസ്സങ്ങളൊന്നും നിമ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഞാനൊന്ന് നടത്തി കൊടുത്തോട്ടെ, പ്ലീസ്. ഓക്കെ. അതെ, ഈ സാമുവൽ മുതലാളിയുടെ വീട് ആ കാണുന്ന എന്താ കാര്യം? മുതലാളിയുടെ മകൻ അലക്സിനെ ഒന്ന് കാണാൻ വന്നത്. എന്റെ കർത്താവേ, ഇന്ന് മൊത്തം പെൺവിഷയാണല്ലോ. ചെല്ല് ചെല്ല്, അലക്സിനെ കാണാൻ പറ്റിയ സമയ.
ഇങ്ങനെ വടി പിടിക്കും പോലെ നിൽക്കാതെ അവനെ കൊണ്ട് ഇറക്കി വിടണം. കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പെണ്ണിനെ മയക്കി കാര്യം സാധിച്ചിട്ട് അകത്ത് കയറി ഒളിച്ചിരിക്കുന്നുടോ. ഇങ്ങോട്ട് ഇറങ്ങി വരാ അലക്സ്, ഇറങ്ങി വരാൻ. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? അലക്സ് കുഞ്ഞ് ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? കള്ളം പറയുന്നതാ കളവാ. മര്യാദയ്ക്ക് അവനെ കൂടെ ഇറക്കി വിടുന്ന തനിക്ക് നല്ലത്. ഇല്ലെങ്കിലേ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി. ഞങ്ങള് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ കയറി നോക്കിക്കോ. നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഈ നാട്ടിലുള്ള സകലർക്കേ അലക്സ് കുഞ്ഞിന്റെ സ്വഭാവം അറിയാം. 24 മണിക്കൂറും അടിച്ച് കറങ്ങി നടക്കുന്ന ആള് കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ ഇവള് മയങ്ങിപ്പോയി. അതല്ലേ തെറ്റ്? കാശുകാരനെ കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അങ്ങനെ കണ്ണി കണ്ടോമാർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവളല്ല എന്റെ പെങ്ങള്. കാശില്ലെന്നേ ഉള്ളൂ, മാനവും മര്യാദയ്ക്കും ജീവിക്കുന്നവരാ ഞങ്ങള്. വയറ്റിലുണ്ടെന്നും പറഞ്ഞ് കയറി വന്നപ്പോഴേ അതെനിക്ക് മനസ്സിലായി.